നല്ല പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ഹല്ലേലൂയ നമ്മുടെ ആലയത്തിൽ പ്രസംഗിച്ചതായ ദൈവവചനങ്ങളും സങ്കീർത്തനങ്ങളൊക്കെയും പല സമയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ നമ്മളത് പിന്നെയും കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മുടെ ഭവനത്തിനും നമ്മുടെ ജീവിത സാഹചര്യത്തിനും വേണ്ടി പരിശുദ്ധാത്മ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് പകൽക്കാലവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ദാസനോട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽക്കാലം കേൾക്കുമ്പോൾ തന്നെ അത് ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയും മറ്റു പല മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല വ്യക്തികളുമുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഈ ദിവസം ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തന്നെ തുറന്നുള്ളതായ സമയങ്ങളിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ ദൈവവചന പ്രഘോഷണത്തിനായി കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാപ്പച്ചൻ പാസ്റ്റർ അവരുകളെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവ്വം വഹിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആമേൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകുന്നവൻ, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കാക്കയാൽ ആഹാരം നൽകുന്നവൻ, കാടപ്പക്ഷികളാൽ പോറ്റുന്നവൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ആമേൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആമേൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കണ്ണുകളുടെ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തവനാകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളെ കൊണ്ട് പോറ്റിയവൻ, കഷ്ടത കണ്ടവൻ, അറിഞ്ഞവൻ, ഹല്ലേലൂയ, ആപത്തിൽ സഹായിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിനക്ക് തുണയായി നിൽക്കും, ഞാൻ നിനക്ക് പരിചയമായിരിക്കും, ഞാൻ നിന്നെ പരിപാലിക്കും. ഇത്ര മഹൽ വചനം പറയുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. ആരെല്ലാം ഇല്ലെങ്കിലും യഹോവയാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന എല്ലാ നന്മകളും കർത്താവ് നൽകും, അനുഗ്രഹങ്ങൾ നൽകും, ആവശ്യങ്ങൾ നിറവേറ്റി തരും. ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലവും നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അല്പനിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസൻ പ്രബോധിപ്പിച്ച അതേ വചനത്തിൽ നിന്നുകൊണ്ട്
അതിന് തുടർമാനമായി ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലവും ഘോഷിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ അറിയുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. കർത്താവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം, നിയന്ത്രണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ളതിനാൽ നന്ദി അർപ്പിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആയുസിൻ്റെ ഒരു വർഷം കൂടി കഴിഞ്ഞ ദിവസം പ്രവേശിപ്പാൻ സർവശക്തനാകുന്ന ദൈവം അടിയനെയും സഹായിച്ചു. ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽപ്പാനും കുടുംബമായി ജീവിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പുതുവർഷം വലിയ അനുഗ്രഹമായി കർത്താവ് നൽകേണ്ടതിന് വേണ്ടി സഭയുടെ പ്രാർത്ഥനയെ പ്രാരംഭത്തിൽ ചോദിച്ചു കൊള്ളുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് കേട്ടത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മെ നിയന്ത്രിച്ച് നടത്തുന്നത്. ഞാനൊന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, സങ്കീർത്തനവും ദൈവത്തിൻ്റെ വചനവും ഒരുപോലെ പലപ്പോഴും നമുക്ക് കാണുവാനും ശ്രവിപ്പാനും ഒക്കെ ഇടയാകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് രണ്ട് വീടുകളിൽ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ഇവിടെ വരുമ്പോൾ അത് രണ്ടും ഒരുപോലെ ആയിത്തീരുന്ന ഒരു അനുഭവം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിഞ്ഞ 22-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തോടുള്ള ജീവിതയാത്രയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പ്രൈസ് ഹല്ലേലൂയ അതിൻ്റെ പ്രാരംഭത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ദൈവദാസൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദാവീദിൻ്റെ ഹല്ലേലൂയ രാജ്യം ചുട്ട് നശിപ്പിച്ച് അവിടെയുള്ള ജനത്തെ മുഴുവനും അടിമകളായി കൊണ്ടുപോയി. മനുഷ്യരെ ആരെയും നശിപ്പിച്ചില്ല. പക്ഷേ സകല മനുഷ്യരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൊണ്ടുപോയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? ഇവർക്ക് കരയുവാൻ കഴിയാതെ വണ്ണം അവർ നിലവിളിച്ചു. അപ്പോൾ ഓർക്കണമേ, ഒരു ദുഃഖം, ഒരു ഭാരം, ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കണ്ണുനീര് വരുമെങ്കിൽ കരയുവാൻ പറ്റാത്ത വിധത്തിൽ ഒരു വേദന, ശബ്ദം പുറത്തേക്ക് വരില്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ. വേദന വരും. അല്ലെങ്കിൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ ഒന്ന് കരഞ്ഞൊന്ന് തീർക്ക്. ചിലർ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ കരയാതിരിക്കും. അവരോടൊക്കെ പറയും, നീ മാറിയിരുന്ന് ഒന്ന് കരഞ്ഞ് ഒന്ന് തീർക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കരയുമ്പോഴെന്തോ സംഭവിക്കുന്നത്? ഒരു ചെറിയൊരു ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ദാവീദിന് ഇവിടെ സംഭവിച്ചെന്തോ, അവന് കരയുവാൻ പറ്റാതെ വണ്ണമുള്ള ഒരവസ്ഥ. അപ്പോൾ ജനങ്ങളും കരയുകയാണ്. അപ്പോൾ ജനങ്ങൾ കരഞ്ഞിട്ട് ജനങ്ങൾ ചെയ്തതെന്തോ, അടുത്ത പരിപാടി ദാവീദിനെ കല്ലെറിയുവാനായിട്ട് തീരുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കല്ലെറിയുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടത, താൻ ഭരണമേറ്റെടുത്തിരിക്കുന്ന, താൻ ഭരിക്കുന്ന രാജ്യത്തിൽ ആ രാജ്യം മുഴുവനും ചുട്ടരിച്ച് സകലതും സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി കൊള്ളയായി ബാക്കിയുള്ളവരെയും അവരുടെ ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ കൊള്ളയായി കൊണ്ടുപോയപ്പോൾ അവന് കരയുവാൻ പറ്റാതെ അല്ലെങ്കിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജനം മുഴുവനും കണ്ണുനീരോടുകൂടി ഇരിക്കുമ്പോഴും ലക്ഷ്യം എന്തുവായിരുന്നു? ഇവൻ മൂലമാണ് പ്രൈസ് ദി ലോർഡ് ഈ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് അവനെ കല്ലെറിയുവാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ 30-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം എന്ത് ചെയ്തു? ആമേൻ. ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഒരു ദൈവജനത്തിന് ഇന്നത്തെ സങ്കീർത്തനത്തിലൂടെ പറയുവാനുള്ളത്, സകലതും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇനി ഒരു ജീവിതമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളെ കല്ലെറിയുവാനായിട്ട് സമൂഹം ആഗ്രഹിക്കുമ്പോൾ, യഹോവയിൽ ധൈര്യപ്പെടുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിന് മേൽ നഷ്ടപ്പെട്ടതിനെ മുഴുവനും തിരിച്ചു തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ
നിങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെടുവാനിടയാകുമെങ്കിൽ, ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഞാൻ പറയട്ടെ, അതിൽ നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ കഴിവുള്ളവനാകുന്ന ഒരു സർവശക്തനാകുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്കൊന്ന് വരാം. അതിനകത്ത് 2 വാക്യങ്ങൾ ഹല്ലേലൂയ ഉണ്ട്. അതിന്റെ 11ാമത്തെ വാക്യം, കഷ്ടമടുത്തിരിക്കുകയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ. ആമേൻ. അതിന്റെ ഹല്ലേലൂയ അടുത്തൊരു വാക്യം കൂടി ഉണ്ട്. പ്രൈസ് ഹല്ലേലൂയ 19ാം അധ്യായത്തിൽ 2ാമത്തെ ഭാഗം, നീയോ യഹോവേ എന്നെ അകന്നിരിക്കരുതേ, എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ. ആമേൻ. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് 2 വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, സഹായിക്കുവാൻ മറ്റാരുമില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട്, ഇല്ലേ? സഹായിപ്പാൻ ആരുമില്ലാത്തൊരവസ്ഥ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ നമ്മെ സഹായിപ്പാൻ? ആരും മാനുഷികമാകുന്ന നിലയിൽ ആരുമില്ല. പക്ഷെ നമ്മെ സഹായിപ്പാൻ ഒരുവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 2ാമത് ഭാഗ്യം, എനിക്ക് തുണയായുള്ളവേ. നമ്മെ തുണയ്ക്കുവാൻ ആരുമില്ലെങ്കിലും നമുക്ക് തുണയ്ക്കുവാൻ ഒരുവനുണ്ട്. അവനാണ് നമ്മുടെ യഹോവ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, പ്രൈസ് ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ദേശമായാലും ദൈവത്തിന്റെ ദേശനിവാസികളായാലും ദൈവത്തിന്റെ ജനമായാലും, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവന് പ്രൈസ് ഹല്ലേലൂയ ദൈവം അവന് സഹായമായിട്ട്, ദൈവം അവന് തുണയായിട്ട്, പ്രൈസ് ദൈവം അവന് പരിപാലകനായിട്ട് കൂടെ ഉണ്ടാകും. പ്രൈസ് ഇന്ന് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഇന്ന് എന്താണ് നമ്മൾ കേട്ടതെന്ന് ചോദിച്ചാൽ ഇത് മാത്രം ഓർത്തിരിക്കുക. പ്രൈസ് ഹല്ലേലൂയ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശം, ഹല്ലേലൂയ ദേശനിവാസികൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം. തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായകനുണ്ട്. തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നുമാണ് പ്രാപിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണയുണ്ട്. തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നുമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പരിപാലിക്കുന്ന ഒരുവനുണ്ട്. ഇതൊരു ആത്മവിശ്വാസമാണ്. അതൊരു ദൈവ പൈതലിന്റെ ആത്മവിശ്വാസമാണ്. ലോകത്തിൽ ഇല്ലാത്തവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ദൈവജനത്തിനുള്ളത്. എന്തുവാ? ആത്മവിശ്വാസം. അതായത് ദാവീദിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ധൈര്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അവനൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്തുവാ ആത്മവിശ്വാസം? നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരുത്തുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന ഒരു ആത്മവിശ്വാസം ദാവീദിനുണ്ടായത് കൊണ്ടാണ് അവൻ യുദ്ധം ചെയ്ത് സകലതിനെയും അവന് തിരികെ പിടിക്കുവാനിടയായത്. 3 വാക്യങ്ങൾ ഇത് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 50ാം അധ്യായം അതിന്റെ 9ാമത്തെ വാക്യം. യെശയ്യാവ് 50:9, യെശയ്യാവ് 50:7, 145-ാം സങ്കീർത്തനം അതിന്റെ 20ാമത്തെ വാക്യം. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. മതി. ഇതാ യഹോവയാകുന്ന കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവനാണ്. മതി. അതിന്റെ 7ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. വായിച്ചോ. അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആയിരിക്കുന്നു. എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. 145-ാം സങ്കീർത്തനം 20ാമത്തെ വാക്യം. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. ഈ വചനം ഹല്ലേലൂയ ഞാൻ എടുക്കാനിടയായത് മെനഞ്ഞാന്ന് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 145-ാം സങ്കീർത്തനം 20ാമത്തെ വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്യുവാനിടയായി. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കാണ് എന്തുവാണ്? യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവജനത്തെ യഹോവയാകുന്ന ദൈവം തുണയ്ക്കുകയും യഹോവയാകുന്ന ദൈവം സഹായിക്കുകയും യഹോവയാകുന്ന ദൈവം പരിപാലിക്കുകയും ചെയ്യും. മനസ്സിലാക്കണമേ, 3 കാര്യങ്ങൾ ഇന്ന് സങ്കീർത്തനത്തോട് ചേർന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പറഞ്ഞു. എന്നെ തുണയ്ക്കുമോ അല്ലെങ്കിൽ എന്നെ സഹായിക്കുവാൻ വേഗം വരുമോ എന്ന് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ചു. എന്നാൽ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ സങ്കീർത്തനം 145-ൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും എന്തു ചെയ്യുന്നു? പരിപാലിക്കുന്നു.
യഹോവയാകുന്ന കർത്താവ് എന്നെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ എന്തോ പറയുന്നത്? യഹോവയാകുന്ന കർത്താവ് എന്നെ തുണയ്ക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 57, അല്ല, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. ഈ യെശയ്യാവിന്റെ പുസ്തകം യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ജീവിതയാത്രയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. 122 സങ്കീർത്തനവും യെശയ്യാവിന്റെ പുസ്തകവും 50 ഒരുമിച്ച് നമ്മൾ വായിച്ചാൽ ഈ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കണമേ, സകല മനുഷ്യരും യേശുക്രിസ്തുവിനെ നിന്ദിച്ചു. സകല മനുഷ്യരും യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? അടിക്കുവാനിടയായി, പഴിക്കുവാനിടയായി, ദുഷിക്കുവാനിടയായി, ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശുദേവൻ ഒരു ഉറപ്പുണ്ട്. എന്തുവാണ്? യഹോവയാകുന്ന ദൈവം എന്നെ എന്തു ചെയ്യും? ക്രിസ്തുവിന്റെ ഒരു ഉറപ്പായിരുന്നു ദൈവം അവനെ സഹായിക്കുമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് യേശുദേവൻ പറയുന്ന വാക്കാണ്, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. എന്തുവാ അമ്പരപ്പെന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്, ഒത്തിരി അർത്ഥമുള്ള ഒരു വാക്കാ. പ്രൈസ് ദി ലോർഡ്, അനുകൂലമല്ലാത്ത ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അമ്പരന്നു പോകും, ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതയാത്ര നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അമ്പരപ്പെന്ന് പറയുന്നത്. ലജ്ജയോ നിന്ദയോ അപമാനമോ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ അമ്പരന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ജീവിതത്തിൽ അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അമ്പരന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, എന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഒരു ദൈവജനത്തിനുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച ഒരു സഹോദരിയുണ്ട്. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൃദയം തകർന്ന് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാ ജീവിതത്തിൽ. ഒന്ന് വായിക്കാം. ഉത്തരം പറഞ്ഞത്, ആമേൻ, ഹൃദയത്തെ പകരുകയാ. അനുകൂലമല്ലാത്ത ഒരു ജീവിത സാഹചര്യമാണ്, ഇല്ലയോ? ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അവിടെ ജീവിതത്തിൽ ഒരു അമ്പരപ്പ. സഹായിക്കുവാൻ പിന്നെ മറ്റാർക്കെങ്കിലും പറ്റുമോ? ഒരു മനുഷ്യനും സാധ്യമല്ല. സഹായിക്കുവാൻ ഒരുവനെ പറ്റത്തുള്ളൂ, അത് സർവശക്തനാകുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു കൊണ്ട് അവൾ അമ്പരപ്പ് അവൾ മാറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യത്തെ ഒന്ന് മാറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ ഹൃദയത്തെ പകരുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതയാത്രയിൽ അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ, അമ്പരപ്പ് ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ, യേശുക്രിസ്തു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ യഹോവയായ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പും ധൈര്യവുമുള്ള ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ നിന്നെ സഹായിക്കുവാൻ ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവളുടെ ഹൃദയം എന്ത് സന്നിധിക്ക് ദൈവസന്നിധിയിൽ പകരുകയാണ്. അമ്പരപ്പ് ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ, അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യം കടന്നു വരുമ്പോൾ, ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ ഇടയാകുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കാലങ്ങൾ കടന്നു പോകുന്നതിന് മുന്നമേ മറുപടി നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. 16-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചട്ടെ. 1 ശമൂവേൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതി. സങ്കടത്തിന്റെ ആധിക്യം കൊണ്ട് അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യത്തിന് മേൽ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടി 1 വർഷം തികയുന്നതിന് മുന്നമേ അവിടെ കരങ്ങളിൽ കൊടുത്തവനാകുന്ന ഒരു ദൈവമായ എൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ജീവിതത്തിൽ സഹായിപ്പാൻ മറ്റാരുമില്ല എന്ന ചിന്തയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിന്നെ സഹായിപ്പാൻ ഒരുവനുണ്ട്. അത് എൻ്റെ യഹോവയാകുന്ന ദൈവമാണ്. നിന്നെ പരിപാലിപ്പാൻ ഒരു ദൈവമുണ്ട്. അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്.
നിന്നെ തുണയ്ക്കുവാൻ ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. തുണയും അല്ലെങ്കിൽ സഹായവും പരിപാലനവും നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്ത്? നാം ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ തുണയും ഈ സഹായവും ഈ പരിപാലനവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുവാ? ഹല്ലേലൂയ. ദൈവത്തെ ഭയമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു? അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് യഹോവ തന്നെ സ്നേഹിക്കുന്നവരെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നില്ലയോ? 145:20 യഹോവ തന്നെ സ്നേഹിക്കുന്നവരെ. ആമേൻ, പ്രൈസ് ദി ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു, ഒക്കെ ശരിയാണ്. ദൈവത്തെ ഭയം എല്ലാ മനുഷ്യനുമുണ്ട്. സകല മനുഷ്യനും ദൈവത്തെ ഭയമാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. പക്ഷെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഇന്ന് ദൈവത്തോട് പറയുവാനിടയാകണം. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാവിനോട് തന്നെ ഒന്ന് സംസാരിക്കുവാനിടയാകണം. കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? പരിപാലിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? തുണയ്ക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രൈസറോട് സഹായിക്കുന്നത്. റോമാലേഖനം 8:28-29 വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. വായിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. മുന്നറിഞ്ഞവരെ. ആമേൻ. മതി. നോക്കണമേ, ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ പരിപാലനവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെടുന്ന ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനം, അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കർത്താവ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനവും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണെന്ന്. ഇതാണ് ഒരു ആത്മവിശ്വാസം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്നത്. എന്തുവാ? മുൻ അറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ കർത്താവ് തെരഞ്ഞെടുത്തതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, മുൻ നിർണയപ്രകാരം കർത്താവ് എന്നെ വിളിക്കപ്പെട്ടതാണെങ്കിൽ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും സകലതും നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നിയാലും നിയമിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എന്ത് ചെയ്യും? പരിപാലിക്കുകയും വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യും. റോമാലേഖനത്തിൽ ഹല്ലേലൂയ 11 മുതൽ ഹല്ലേലൂയ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആമേ, നോക്കണമേ. കർത്താവ് നിർണയിച്ചു വെച്ചിരിക്കുന്ന, മുൻ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുന്നറിഞ്ഞിരിക്കുന്ന ഒരു ജനത്തെയും തള്ളിക്കളയത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ കർത്താവേ നീ എന്നെ മറന്നുപോയോ, കർത്താവേ നീ എന്നെ തള്ളിക്കളഞ്ഞോ, ഇങ്ങനെയുള്ള ആകുല ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ പ്രൈസറുടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി പറയുകയാണ്, കർത്താവ് മുൻ നിർണയിച്ചിരിക്കുന്നവരെ അവൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രമാ താപ്പോട്ട് വായിക്കുന്നത് ഇല്ലയോ? ഹല്ലേലൂയ. ആ സംഭവം ആ റോമാലേഖനത്തിൽ പിന്നീട് പറയുകയാ. തനിക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ഏതൊരു കാലഘട്ടത്തിലും യഹോവയാകുന്ന ദൈവം മനിക്ക് വേണ്ടി മാറ്റിവെക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പറയുവാനുള്ളത്. തമ്പുരാനാണ് നമ്മെ ഹല്ലേലൂയ മുൻ നിയമിച്ചതെങ്കിൽ, തമ്പുരാനാണ് നമ്മെ വിളിച്ചതെങ്കിൽ, അവന്റെ നിർണയപ്രകാരമാണ് നമ്മുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ അവൻ നമ്മെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും നമ്മെ തള്ളിക്കളയുകയില്ല. ആ ഉറപ്പും ഒരു ധൈര്യവും ആ പ്രത്യാശയുമാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ കാരണം.
ഒരു ദൈവവൈതലിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന്, അവൻ നമ്മെ തള്ളിക്കളയുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ദൈവവചനത്തിൽ കാണുന്നത് കൊണ്ടാണ്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. നോക്കണമേ, സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം 70 വർഷത്തോളം അടിമത്തത്തിൽ വസിക്കുന്ന സമയത്ത് ഒരു ദൂതൻ ദേശം മുഴുവനും ലോകം മുഴുവനും സഞ്ചരിച്ചു. ഞാനത് വേഗത്തിൽ ഓർപ്പിച്ചങ്ങ് വിടാം. ലോകം മുഴുവനുമായിട്ട് സഞ്ചരിച്ചപ്പോൾ ദൂതൻ വന്നിട്ട് പറഞ്ഞു എന്തുവാണെന്ന് അറിയാമോ? ദേശത്ത് മുഴുവനും സമാധാനമാണ്, പക്ഷേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് മാത്രം എന്തുവാ? കഷ്ടതയാണ്. സെഖര്യാവിന്റെ പുസ്തകം അതിന്റെ 12-ാമത്തെ വാക്യം, 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. സെഖര്യാവിന്റെ പുസ്തകം. ആമേൻ. ആ നോക്കണമേ, അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ വാക്യത്തിൽ ചില ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട്. ആമേൻ. 17-ാമത്തെ വാക്യം. ആമേൻ, മതി. അത് കഴിഞ്ഞിട്ട് സെഖര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആമേൻ. നോക്കണം, യെരൂശലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും. ദൂതൻ ചാലലിയാൽ ദേശം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് നോക്കിയപ്പോൾ ദേശത്ത് മുഴുവനും സമാധാനത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദേശത്തിൽ ഇസ്രായേൽ ജനം മാത്രം കഷ്ടം അനുഭവിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനത്തിന് എന്തുണ്ട്? കഷ്ടതയുണ്ട്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തിന് ചില ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും. എന്നാൽ യഹോവയാകുന്ന ദൈവം ചില ആശ്വാസ വാക്കുകൾ കൊടുക്കുകയാണ്. യെരൂശലേമിനെ വീണ്ടും ഞാൻ എന്തു ചെയ്യും? വീണ്ടും തെരഞ്ഞെടുക്കും. എന്തിനു വേണ്ടി? യഹോവയുടെ പരിപാലനം അറിയുവാൻ വേണ്ടി, യഹോവയുടെ സഹായം അനുഭവിക്കുവാൻ വേണ്ടി, യഹോവയുടെ തുണ അവരുടെ ജീവിതത്തിന്മേൽ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി. ആരെല്ലാം കൈവിട്ടെന്ന് പറഞ്ഞാലും, ആരെല്ലാം സഹായിച്ചെന്നില്ലെന്ന് വന്നാലും, ആരെല്ലാം നിന്ദിച്ചെന്ന് വന്നാലും, യഹോവയാകുന്ന ദൈവം യെരൂശലേമിനെ വീണ്ടും എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കുമെന്ന് സെഖര്യാ പ്രവാചകൻ അവനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ജീവിതയാത്രയിൽ കഷ്ടങ്ങളുണ്ട്, ജീവിതയാത്രയിൽ പ്രതിസന്ധികളുണ്ട്, ജീവിതയാത്രയിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, ജീവിതയാത്രയിൽ നിന്ദകളുണ്ട്, ജീവിതയാത്രയിൽ ആരും നിന്നെ സഹായിക്കുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നീ ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ ജീവിതത്തിന്മേൽ കടന്നു വന്നേക്കാം. എന്നാൽ യഹോവയാകുന്ന ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ അവന്റെ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി നിന്നെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് വീണ്ടും വിളിച്ചു പറയുകയാണ്, ഞാൻ അവരെ വീണ്ടും തെരഞ്ഞെടുക്കും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, യഹോവയുടെ പരിപാലനം അറിയുവാൻ, യഹോവയുടെ തുണയറിയുവാൻ, യഹോവയുടെ സഹായം അനുഭവിപ്പാൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചെങ്കിൽ, പലപ്പോഴും ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഒക്കെ കടന്നു വന്നാലും തമ്പുരാൻ നമ്മെ മുന്നറിഞ്ഞെങ്കിൽ, മുന്നറിഞ്ഞവരെ അവൻ ചില മുൻ നിർണയപ്രകാരം ചിലതിനു വേണ്ടി അവൻ മുൻ നിയമിക്കുക തന്നെ ചെയ്യും. മാറ്റമില്ലാത്ത കാര്യമാണ്. ഇതാണ് ഒരു ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത്. ദൈവജനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു മണ്ഡലം ദൈവത്തിന്റെ പരിപാലനം വീണ്ടും അനുഭവിക്കുവാൻ കഴിയും. ഒരുപക്ഷെ സമൂഹം വിധി എഴുതും, നിന്റെ ജീവിതത്തിന്മേൽ സമാധാനമില്ല. ഇസ്രായേലിന്റെ ചുറ്റുപാടും കിടക്കുന്ന ദേശങ്ങൾ മുഴുവനും സമാധാനത്തിൽ പോകുമ്പോഴും ഇസ്രായേൽ കഷ്ടം അനുഭവിക്കുന്നു. ആശ്വാസവാക്കുമായി ദൂതൻ അവരുടെ മധ്യേ ഇറങ്ങി വന്നു. അതിന്റെ സംഭവം നമുക്ക് പിന്നീട് മനസ്സിലാക്കുന്ന സെഖര്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, ചുറ്റുപാടും കിടക്കുന്ന ദേശം മുഴുവനും കഷ്ടതയിലായപ്പോൾ യെരൂശലേം സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യെരൂശലേമിനെ ദൈവം കൊണ്ടെത്തിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേവിക്കുന്ന ദൈവം എത്ര വലിയവനാകുന്ന ദൈവമാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്,
നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് 46-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. 46-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. നോക്കണമേ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ മധ്യയെ ആരുണ്ട് എന്നുള്ളതാ. ആമേൻ, ആമേൻ പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതയാത്രയിൽ നിങ്ങൾ മറന്നു പോകരുത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരിശോധനകളും ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ദൈവവൈതലിന്റെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു മേഖല നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യേ, നമ്മുടെ ജീവിതയാത്രയിൽ അതിന്റെ നടുവിൽ ആരുണ്ടെന്നുള്ളതാ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ളതാ. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ കീഴിൽ കിടക്കുന്ന സമയത്ത് അവരുടെ കഷ്ടതകളും വേദനകളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന സാഹചര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ടായിരുന്നു. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. നോക്കണമേ, 3 കാര്യമാ കർത്താവിന് മനസ്സിൽ പറയുവാനുള്ളത്. യഹോവയാകുന്ന ദൈവം അവരുടെ മധ്യേ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അവർ അടിമത്തത്തിൽ കാലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നെടുക്കുന്ന ഒരവസ്ഥ. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള കഷ്ടത, പ്രതികൂല സാഹചര്യങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം ഇതിന്റെ നടുവിൽ അവരെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറന്നു പോകരുത്. ജീവിതയാത്രയിൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, സഹായിപ്പാൻ ആരുമില്ലാതെ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അതിന്റെ നടുവിലും ആരുണ്ടെന്നുള്ളതാ. യഹോവയാകുന്ന ദൈവം അതിന്റെ മധ്യേയും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കാണുന്നത്. ഇസ്രായേൽ ജനം കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടത കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത ഒരു ദൈവം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിന്മേൽ കൊണ്ടുവരുത്തുന്ന ഒരനുഭവം. ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മുടെ കഷ്ടതകൾ കാണുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാകുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളത് എത്ര അതിശയകരമാകുന്നൊരു പ്രവൃത്തിയാണ്. ഞാനിങ്ങനെ ഓർക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ UK കടന്നു വരുവാൻ ഒരുങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ പിടിച്ചു. ഭയങ്കര സീരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയി മെഡിക്കൽ എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വരാൻ. മെഡിക്കൽ എടുത്തു. നോക്കണേ, മെഡിക്കൽ എടുത്തപ്പോൾ സർവ്വസാധാരണമായിട്ട് 70 ദിവസമൊക്കെ കഴിഞ്ഞെങ്കിലേ ഈ വൈറസ് നമ്മുടെ ദേഹത്തുനിന്ന് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ 3-4 പേരുടെയും മെഡിക്കൽ എടുത്തപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് എന്തുവായിരുന്നു? നെഗറ്റീവായിരുന്നു. ആൾക്കാർക്ക് പലർക്കും പല ചിന്തകളുണ്ടായിരുന്നു. ഒരു ഭയമുണ്ടായിരുന്നു, ഇവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂ, ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. എത്ര കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെന്നറിയാമോ? ദൈവത്തിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബത്തിൽ യഹോവ നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ, അവൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാണെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മീതെ നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമാ നമ്മുടെ ദൈവം എന്നുള്ള കാര്യം അതിനെ സ്തുതിച്ചാലും നമ്മൾക്ക് മതിയാവുകയില്ല. രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള 27 വരെയുള്ള വാക്യങ്ങൾ നികുതി പണത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുത്ത്
പ്രൈസ് ദി ലോർഡ്. അതിന്റെ വായിൽ നിന്ന് ഒരു ചതുബ്രഹ്മപ്പണം എടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുവാൻ പറയുന്നു? പ്രൈസ് ദി ലോർഡ്. കൊടുക്കുവാൻ പറയുന്ന ഒരു ഭാഗം. മത്തായിയുടെ സുവിശേഷം 17:24 മുതൽ. ആമേൻ. 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 അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനേ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചേനെ. അന്യരോടെന്ന് അവർ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. നോക്കണമേ, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവയാകുന്ന ദൈവം മധ്യേ വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആവശ്യത്തിന്റെ മേൽ ഹല്ലേലൂയ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ഇല്ലയോ? ഇവിടെ ഒരു പാഠം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുവാ? എൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ളവന്റെ കാര്യം കൂടി നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചതുർദ്രഹ്മപ്പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അപ്പൊ നമ്മുടെ മധ്യേ വസിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മീതെ, ഹല്ലേലൂയ, നമ്മുടെ ചിന്താഗതികളിൽ കപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ശിഷ്യന്മാരുടെ കയ്യിൽ കാശില്ലെന്ന് ആർക്കറിയാം? പ്രൈസ്. കർത്താവിനെ പിൻപറ്റിയിരിക്കുക, കർത്താവിനെ ഫോളോ ചെയ്യുക, കർത്താവ് പറഞ്ഞ വഴികളിലൂടെ പോവുകയാ. ആവശ്യമുഖത്ത് പ്രൈസ് ദി ലോർഡ് പതറി നിൽക്കുവാൻ യഹോവയാകുന്ന